ബിബി ഹൗസിലേക്ക് അങ്ങനെ അവസാന മത്സരാർത്ഥിയായ ജിസേൽ വന്നിരിക്കുന്നു. സ്റ്റോർ റൂമിലൂടെയായിരുന്നു ജിസേലിന്റെ എൻട്രി. സ്റ്റോർ റൂം ബെൽ റിംഗ് ചെയ്ത പാടെ തന്നെ ആര്യൻ നേരെ ഓടിപ്പോയി. ഡോർ തുറന്ന പാടെ തന്നെ ആദ്യം ഒന്ന് നെട്ടി. പിന്നെ ജിസേലിനെ കണ്ട ഉടനെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. ഹൗസ്മേറ്റ്സ് എല്ലാവരും കുറെ സമയമായി ജിസേലിനെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ജിസേലിനെ എല്ലാവരും ആലിംഗനം ചെയ്തുകൊണ്ട് ഹൗസിനുള്ളിലേക്ക് കയറ്റുകയായിരുന്നു. ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരോടും ലിവിംഗ് റൂമിലെ സോഫയിൽ വന്നിരിക്കുവാൻ. സത്യം പറഞ്ഞാൽ ബിബി ഹൗസിൽ മറ്റൊരു വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോളെ വലിച്ചു കീറുവാനുള്ള എന്തോ ഒരു കാര്യം ആദിലക്കും അക്ബറിനുമെല്ലാം കിട്ടിയിട്ടുണ്ട്. അത് ആദില ഇവിടെ നിന്ന് എവിക്റ്റായി പോവുകയാണെങ്കിൽ അനുമോളുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അവളെ ചീട്ട് കീറിയിട്ടേ പോകുകയുള്ളൂ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ബിഗ് ബോസ് കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് പറഞ്ഞു പുറത്തുനിന്ന് വന്ന പല ആളുകളും പല കാര്യങ്ങളും പറയും, പക്ഷേ നിങ്ങൾ ഗെയിമിൽ മാത്രം ഫോക്കസ് ചെയ്യുക, അല്ലാതെ പുറത്തു നിന്നുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. കാരണം പലതവണ വാർണിംഗ് തന്നു കഴിഞ്ഞതാണ് പുറത്തു നിന്നുള്ള കാര്യങ്ങളൊന്നും ഇവിടെ പറയരുത് എന്ന്. ഇനിയും അത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള തക്കതായ ശിക്ഷ നൽകുന്നതായിരിക്കും. ആരാണോ പുറത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നത് അവരുടെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് പറഞ്ഞയപ്പിക്കുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വലിയൊരു നാണക്കേടാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അനുമോളെ വലിച്ചു കീറാൻ വേണ്ടി എല്ലാവരും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവരുടെ പ്ലാൻ നടക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ 7 പേരാണ് അവിടെ മത്സരാർത്ഥികളായിട്ടുള്ളത്. അവരെയെല്ലാം സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടിയാണ് മറ്റുള്ള ഹൗസ്മേറ്റ്സിനെ വീട്ടിലേക്ക് കടത്തിയിട്ടുള്ളത്, അല്ലാതെ അവരുടെ മെന്റൽ സപ്പോർട്ടിനെ ഇല്ലായ്മ ചെയ്യുവാനല്ല എന്ന് ബിഗ് ബോസ് പ്രത്യേകം ഓർമ്മിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ബിബിയുടെ അപ്ഡേറ്റ്സ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.